കഠിനമായ പനിയും ശ്വാസതടസ്സവും കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. ആ സമയത്ത് നടന്നുപോയ ഒരു പ്രധാന സംഭവം ഇപ്പോഴും അതൊരു വിവാദമായിട്ട് അപവാദമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നീറിപ്പോഞ്ഞ് നിൽക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ കേരള സർക്കാർ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ ബ്രൂവറി തുടങ്ങുന്നതിന് ഒയാസിസ് എന്ന കമ്പനിക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. സർക്കാർ പറയുന്നത് ഈ ബ്രൂവറി ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ വികസനം തടസ്സപ്പെട്ടിരിക്കും. കേരളത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത തുലവും കുറവായിരിക്കും. ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് എലപ്പുള്ളി പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പക്ഷം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് പാർട്ടിക്കാർക്ക്, സഖാക്കൾക്ക്, ഡിവൈഎഫ്ഐക്കാർക്ക്, SFIക്കാർക്കൊക്കെ തൊഴിൽ ലഭിക്കും. മാത്രമല്ല പാർട്ടിയുടെ സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടും. ഇതിന് വലിയൊരു സംഖ്യ ഇതിനകം തന്നെ നമ്മൾ സമാഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തരക്കേടില്ലാത്തൊരു സംഖ്യ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ വ്യവസായ വികസനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിൽ ബ്രൂവറിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അതിൽ തന്നെ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ പൊതുവെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. ഈ മലമ്പുഴയും അതിൻ്റെ പോഷക നദികളും അല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കൊഴിഞ്ഞമ്പാറ, ചിറ്റൂർ, മുതലായ പ്രദേശങ്ങളൊക്കെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളാണ്, വരണ്ട പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇവരുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥ. പ്ലാച്ചിമടയിലെ കൊക്കോകോള ഫാക്ടറിയൊക്കെ ഓർത്താൽ മതി. അപ്പോൾ വെള്ളം എത്ര കുറവുണ്ടോ ആ സ്ഥലത്താണ് ഇങ്ങനെയുള്ള കമ്പനികൾ പോയി തമ്പടിക്കുക. അതുപോലെ ഒരു സ്ഥലമാണ് എലപ്പുള്ളി പഞ്ചായത്ത്. അവിടെ പൊതുവേ തന്നെ ജലക്ഷാമമുണ്ട്. മാത്രമല്ല കേരള സർക്കാരിൻ്റെ സ്വന്തം ജവാൻ ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അനുവാദം ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു ഇല്ല, ഇവിടെ രക്ഷയില്ല, ഇവിടെ ശുദ്ധജല ദൗർലഭ്യമുള്ള സ്ഥലമാണ്, ആ സ്ഥലത്ത് ഒരു കാരണവശാലും മദ്യ വ്യവസായം പറ്റുകയില്ല എന്നാണ്. അത് കേരള സർക്കാരിൻ്റെ സ്വന്തമാണ്. ഇത് വിദേശിയാണ്, പുറമേ നിന്ന് വരുന്നവനാണ്. ഒയാസിസ് എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ബ്രാൻഡാണ്. അവർക്ക് ഇവിടെ ബ്രൂവറി തുടങ്ങാനായിട്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു പോരായ്മയുമില്ല. എത്ര വെള്ളം വേണമെങ്കിൽ തരാം. മലമ്പുഴ അണക്കെട്ട് വേണമെങ്കിൽ ഇവർക്ക് തീരെഴുതി കൊടുക്കാൻ വരെ സർക്കാർ തയ്യാറാണ്. അത് കഴിഞ്ഞ് ബാക്കി സ്ഥലത്ത് ജലസേചനം നടത്തിയാൽ മതിയെന്നേ ആർക്ക് എത്ര വലിയ നിർബന്ധം. കാരണം വ്യവസായവൽക്കരണമാണ് പ്രധാനം. അത് എല്ലാ വ്യവസായത്തെക്കാളും പ്രധാനം എന്ന് പറഞ്ഞാൽ മദ്യ വ്യവസായമാണ്. മദ്യധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് ഋഷിപ്രോക്തം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് എത്ര ത്യാഗം സഹിക്കാനും കേരളീയർ തയ്യാറാണ്, കേരള സർക്കാർ തയ്യാറാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ്. അതിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന സഖാവ് പിണറായി വിജയനും മന്ത്രിമന്ത്രി സ്ഥാനം വഹിക്കുന്ന സഖാവ് MP രാജേഷും തയ്യാറാണ്. രാജേഷിന് ഇതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഇതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കുന്ന കിക്ക് ബാക്സ് എടുക്കുന്നതൊക്കെ വേറെ ആൾക്കാരാണ്. അദ്ദേഹത്തിന് ചീത്തപ്പേര് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഈ സർക്കാരിൻ്റെ ഈ മിഴുങ്ങസ്യ എന്നുള്ള മദ്യനയത്തെ ന്യായീകരിക്കും. മദ്യവർജനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം, മദ്യനിരോധനമല്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുകയുമാണ്. എന്നാൽ രണ്ടെണ്ണം അടിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു അന്തസ്സുണ്ട്, അതും ചെയ്യില്ല. ഇതാണ് രാജേഷിൻ്റെ ഒരു പരാധീനത. ഈ മദ്യവകുപ്പ് വല്ല വാസവനെ മറ്റും ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനൊരു വിലയുണ്ട്. കാരണം അദ്ദേഹം പണ്ട് ഷാപ്പിൽ കരക്കച്ചവടക്കാരനായിരുന്ന ആളാണ്. പുള്ളിക്ക് നല്ല ആർജവത്തോട്ട് സർക്കാരിൻ്റെ മദ്യനയം വിശദീകരിക്കാൻ കഴിയും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് കൊടുത്തുള്ള വകുപ്പ് വേറെയാണ്. അല്ലെങ്കിൽ സജി ചെറിയാനെ ഏൽപ്പിച്ചാലും മതിയായിരുന്നു. പുള്ളിക്കാണെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. ഇത് രണ്ടിനും കൊള്ളാത്ത രാജേഷിൻ്റെ വകുപ്പ് ഏൽപ്പിക്കുകയും ചെയ്ത് പുള്ളി സൈദ്ധാന്തികമായിട്ട് ബ്രൂവറിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ പാർട്ടിക്കാർ VD സതീശനും മറ്റുമൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ 1999 കേരളത്തിലെ മദ്യനയത്തിന് വിപരീതമാണ് ഇപ്പോഴത്തെ തീരുമാനം. 99 മദ്യനയമൊക്കെ മല കയറിപ്പോയില്ല. എത്ര കൊല്ലമായി സതീശ. അന്ന് EK നായനാരായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം പാവങ്ങളുടെ പടത്തലവനായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇദ്ദേഹം പണക്കാരുടെ പടത്തലവനാണ്. അപ്പോൾ മദ്യധനം സർവ്വധനാൽ പ്രധാനം എന്ന ആപ്തവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ മദ്യ വ്യവസായികൾ കൊടുക്കുന്ന പൈസ കൊണ്ട് വേണം നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട്. സതീശന് അങ്ങനെ പലതും പറയാം. പാർട്ടിക്കാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കറിയും. മാത്രമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ തീച്ചൂളയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് പാർട്ടി ഇങ്ങനെ നിർണായകമായ ഒരു തീരുമാനത്തിലെത്തിയത്. സർക്കാർ ഓർഡർ പാസ്സാക്കി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. ഈ എലപ്പുള്ളിയിലെ ബ്രൂവറി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇനിയും പല ബ്രൂവറികളും ഡിസ്റ്റിലറികളും വരാനുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഫണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് പഴയ പോലെ ബക്കറ്റ് പിരിവ് നടത്താൻ പറ്റുകയില്ല. ആളുകൾ മുഖത്ത് ആട്ടും. ക്ഷേമ പെൻഷൻ കിട്ടാത്ത കർഷക തൊഴിലാളികളുടെ അടുത്ത്, അല്ലെങ്കിൽ വിധവാ പെൻഷൻ കിട്ടാത്ത സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് പാർട്ടി ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവനയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ? കൊടുക്കില്ല. അപ്പോൾ പിന്നെ ആര് വേണം സംഭാവന ചെയ്യാൻ? അത് ഈ മദ്യ വ്യവസായികളും അതുപോലെയുള്ള കറക്കി കുത്തുകാരും, അല്ലെങ്കിൽ മുച്ചീട്ട് കളിക്കാരും, അതുമല്ലെങ്കിൽ ആനമയിൽ ഒട്ടകം നടത്തുന്ന ആളുകളും,
അവർ തന്നെ സഹായിച്ചാലേ നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ വിജയകരമായിട്ട് നേരിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മലയിടിക്കുന്ന ആളുകൾ, മണ്ണ് മാന്തുന്ന ആളുകൾ, വയൽ നികത്തുന്ന ആളുകൾ, അവരൊക്കെ കയ്യിൽ നിന്ന് പിരിക്കാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറമൊന്നും ഒരു സ്ഥലത്തു നിന്ന് കിട്ടുകയില്ല. അപ്പോൾ പാർട്ടിയുടെ വരുന്ന തെരഞ്ഞെടുപ്പിലെ വിഭവ സമാഹരണം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ബ്രൂവറി എന്ന് പറഞ്ഞ ഒരു വലിയ മദ്യചാഷകം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ആവശ്യമുള്ളവർ കുടിച്ചാൽ മതി. പക്ഷേ സർക്കാരിനെ നമ്മുടെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്, പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പിന്നെ ജലദൗർലഭ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാനില്ലാത്ത ആൾക്കാർ വീഞ്ഞു കുടിക്കട്ടെ. അവർ വൈനോ അല്ലെങ്കിൽ ബിയറോ അല്ലെങ്കിൽ ബ്രാൻഡി തന്നെയോ കുടിക്കട്ടെ. വെള്ളം തന്നെ കുടിക്കണമെന്ന് എന്താ ആളുകൾക്ക് ഇത്ര നിർബന്ധം? പാലക്കാട് ജില്ലക്കാർക്ക് എന്തുകൊണ്ട് വീഞ്ഞു കുടിച്ചുകൂടാ? പണ്ട് ഈ ലൂയി 16 രാജ്ഞി ചോദിച്ചില്ലേ, അപ്പം തിന്നാനില്ലാത്ത ആളുകൾ, ബ്രെഡില്ലാത്ത ആളുകൾ കേക്ക് തിന്നട്ടെ എന്ന് പറഞ്ഞ പോലെ വെള്ളം കുടിക്കാനില്ലാത്ത ആളുകൾ ബ്രാൻഡി കുടിക്കട്ടെ. എലപ്പുള്ളിയെ നമുക്ക് ഒരു വലിയ വ്യവസായ കേന്ദ്രമാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് ജില്ലക്കാരനായ സഖാവ് രാജേഷ് ഇത്ര വലിയ ത്യാഗം സഹിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് സ്വാർത്ഥ ലാഭം ഉണ്ടായിട്ടില്ല. പുള്ളിക്ക് ഈ ഇടപാടിൽ 5 പൈസ കിട്ടിയിട്ടില്ല, ഇനി കിട്ടുകയില്ല. അക്കാര്യം ഞാൻ എഴുതി വെച്ചുതരാം. പക്ഷേ പാലക്കാട് ജില്ലയെ വ്യവസായവൽക്കരിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ നിഷ്കർഷയുള്ള ആളാണ്. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെയുള്ള ത്യാഗം ചെയ്യുന്നത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, പ്ലീസ്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.